നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജാനകി. സമദ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണമായിട്ട് സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഡിസ്മെനോറിയയാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക്. അതായത് പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന. വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഏകദേശം 75% സ്ത്രീകളിൽ വയറുവേദന പീരിയഡ് സമയത്ത് കാണപ്പെടാറുണ്ട്. അതിനെയാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പൊതുവെ വയറുവേദന നമ്മൾ പറഞ്ഞാലും വയറുവേദന മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള സിംറ്റംസ്. അതിൻ്റെ കൂടെ നടുവേദന, കാലുകഴപ്പ്, ഛർദിൽ, വയറിളക്കം, അങ്ങനെ ഒരുപാട് സിംറ്റംസ് കൂടെ വരാറുണ്ട്. ചിലർക്ക് വളരെ മൈൽഡായിട്ടായിരിക്കും ഇത് വരിക. വളരെ ചുരുക്കം പേർക്ക് പക്ഷേ വളരെ കഠിനമായ വയറുവേദനയും അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കവും ഛർദിലും, അതുകൊണ്ട് ദിനചര്യകൾ നേരെ ചൊവ്വേ പാലിക്കാൻ പറ്റാതെ വരികയും ജോലിക്കോ സ്കൂളിലോ ഒന്നും പോകാൻ പറ്റാതെ വരികയും ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് 2 രീതിയിലാണ് ഇത് കാണപ്പെടാറ്. അതായത് ഒന്ന് പീരിയഡ്സിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ പീരിയഡിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1-2 ദിവസം മാത്രമായിരിക്കും വേദന ഉണ്ടാവുക. പീരിയഡ് കഴിയുമ്പോഴത്തേക്കും വേദനയും കഴിയും. ഇത് തന്നെ മൈൽഡായിട്ടും വരാം, വളരെ സിവിയർ പെയിൻ ആയിട്ടും വരാം. അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണുന്ന പെയിന് എന്ന് പറയുന്നത് പീരിയഡിനൊക്കെ മുൻപേ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അത് ദിവസങ്ങൾക്ക് മുമ്പേ ആകാം, ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്ക് മുൻപേ തന്നെ വേദന തുടങ്ങി പീരിയഡും കഴിഞ്ഞ് പിന്നെയും വേദന കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണപ്പെടാം. പൊതുവെ ഇത് വളരെ കഠിനമായ പെയിൻ ആയിരിക്കും. ഇത് കൂടിക്കൂടി വരുന്ന സ്ത്രീകൾക്ക് ഫൈനലി ഒരു മാസത്തിൽ പെയിനേ ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. ഇപ്പം നോർമലായിട്ട് ഈ പീരിയഡിന് കൂടെ പെയിൻ വരാമോ? അപ്പം നോർമലായിട്ട് തന്നെ വരാം എന്നതാണ് സത്യം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അത് ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടായിരിക്കും വരിക. അപ്പോൾ പീരിയഡിന് പെയിൻ ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാവർക്കും പെയിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കും പെയിൻ ഉണ്ട് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പല അസുഖങ്ങളുടെയും ഭാഗമായി വരാം എന്നതിനാൽ നമ്മൾ ആക്ച്വലി അത് ഡോക്ടറിനെ കാണിച്ച് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നോർമലായിട്ട് പീരിയഡിന് പെയിൻ വരുന്നത്? ഓവുലേഷൻ നടക്കുന്ന ഒരു സൈക്കിൾ ആണെങ്കിൽ, അതായത് ഒരു മാസം കറക്റ്റായിട്ട് അണ്ഡാശയത്തിൽ അണ്ഡവിസർജനം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന പീരീഡിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവപ്പെടുകയും ആ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ചില ടൈപ്പ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് ഈ ഗർഭപാത്രത്തിൽ ക്രാംസ് ഉണ്ടാക്കുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഈ വയറിളക്കവും ഛർദിലും എല്ലാം ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കാത്ത അസുഖങ്ങളുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ, ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് ഓവറി പോലത്തെ അസുഖങ്ങളുള്ളവരിൽ ഓവുലേഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പ്രോസ്റ്റാഗ്ലാൻഡിനും ഉണ്ടാകുന്നില്ലായിരിക്കും. അതുകൊണ്ട് അവർക്ക് പൊതുവേ പെയിൻ ഒന്നും ഇല്ലാതെ വളരെ സുഗമമായിട്ടുള്ള പീരിയഡ്സ് കാണപ്പെടാറുണ്ട്. അപ്പോൾ നോർമലി കുറച്ച് പെയിന്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പീരിയഡിൻ്റെ കൂടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കഠിനമായ പെയിന് നമുക്ക് ഡെയിലി റുട്ടീൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നിലവാരം വളരെയധികം താഴ്ന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കാണേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളിലാണ് ഡിസ്മെനോറിയ ഉണ്ടാകാവുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം മുഴ, അതായത് ഫൈബ്രോയിഡ് മുഴയാകാം, അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിലെ മുഴകളാവാം. ഇത് രണ്ടും പെയിൻ ഉണ്ടാക്കുന്നവയാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് ഗർഭപാത്രം, അണ്ഡാശയം, അണ്ഡവാഹിനി കുഴലുകൾ എല്ലാം ഒട്ടിയിരിക്കുകയും ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റുകൾ ഓവറിയിൽ ഉണ്ടാവുകയും ചെയ്യുന്ന അസുഖമാണ് എൻഡോമെട്രിയോസിസ്. ഇത് പെയിൻ മാത്രമല്ല, പെയിനാണ് അതിൻ്റെ ഒരു വളരെ മേജർ ആയിട്ടുള്ള സിംറ്റം. പക്ഷെ അതിൻ്റെ കൂടെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പിന്നെ ഉള്ളത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. അതായത് ഗർഭപാത്രത്തിനെ, അണ്ഡവാഹിനി കുഴലുകളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ, അതായത് അണുബാധയാണ് PID. പിന്നെ ചെറിയ കുട്ടികളിൽ ഇപ്പം ഈ പറഞ്ഞ മുഴ, എൻഡോമെട്രിയോസിസ് ഒക്കെ വളരെ ചെറിയ കുട്ടികളിൽ അങ്ങനെ കണ്ടുവരാറില്ല, കാണാം, റെയറാണ്. അപ്പം അവരിൽ ചെറിയ പ്രായത്തിൽ കണ്ടുവരുന്നത് പൊതുവെ ഏതെങ്കിലും ഒരു ഒവേറിയൻ സിസ്റ്റ് എന്ന് പറഞ്ഞ് വേറെ തരം സിസ്റ്റുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും എല്ലാ പീരീഡിനും പെയിൻ വരുന്നത്. മൊത്തമായിട്ട് വയറ് മൊത്തം വേദന ആയിരിക്കണം എന്നില്ല. പിന്നെ ഉള്ളത് 13-14 വയസ്സിലൊക്കെ പെയിൻ കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂട്രൈൻ അനോമലി, അതായത് വൈകല്യങ്ങളുള്ള യൂട്രസിൽ സംഭവിക്കാം. അതായത് പീരീഡ് തുടങ്ങേണ്ട പ്രായമായ കുട്ടിക്ക് പക്ഷെ പീരീഡ് വരുന്നില്ല, മാസാമാസം വയറുവേദന മാത്രം വരുന്നു, കഠിനമായ സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിക്കണം. കാരണം യൂട്രസിന്റെ ഷേപ്പിന് വ്യത്യാസം വരാം. എല്ലാ യൂട്രസും ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നത്. അനോമലസ് യൂട്രസ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളുള്ള യൂട്രസ് ഉണ്ടാവാം. അത് നമ്മൾ അല്ലാതെ അറിയണം എന്നില്ല. ഇപ്പോൾ പീരീഡ് ആകാനുള്ള പ്രായം ആകുമ്പോഴത്തേക്കും പറ്റുന്നത് ബ്ലഡിന് പുറത്ത് വരാൻ പറ്റാണ്ട് ബ്ലഡ് യൂട്രസിനുള്ളിൽ തന്നെ കിടന്ന് കളക്ട് ചെയ്ത് കിടക്കും. ഇതാണ് പെയിനിന് റീസൺ ആവുക.
അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഉള്ളപ്പോഴും ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു പെയിനായിട്ട് ഡോക്ടറിനെ കണ്ടു, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കാര്യങ്ങൾ, സിംറ്റംസ് ഒക്കെ ചോദിച്ചറിയും ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് പരിശോധനയും കഴിയുമ്പോഴത്തേക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ മിക്കവാറുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിന്റെ ലക്ഷണമായ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, മുഴകൾ, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് മുഴകളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ യൂട്രൈൻ അനോമലീസ്, ഈ വൈകല്യങ്ങളുള്ള യൂട്രസ് കാണാൻ പറ്റുന്നതാണ്. ഇൻ കേസ് സാധാരണ സ്കാനിൽ കണ്ടില്ലെങ്കിൽ പോലും 3D അൾട്രാസൗണ്ട്, MRI പോലത്തെ ടെസ്റ്റുകളിൽ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മിക്കവാറും ഇതിൻ്റെയൊക്കെ ചികിത്സ സർജിക്കലാണ്. ഇങ്ങനത്തെ അസുഖങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് സർജറിയാണ്. പ്രത്യേകിച്ചും യൂട്രൈൻ വൈകല്യങ്ങളാണ് ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സർജറി തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ മുഴയോ ഒക്കെ ആണെങ്കിൽ താൽക്കാലിക ശമനത്തിനായി മരുന്നുകൾ എടുക്കാവുന്നതാണ്. പിന്നെ മെജോറിറ്റി സ്ത്രീകൾക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. സ്കാൻ ചെയ്യുമ്പോഴെല്ലാം നോർമൽ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ വേദന കാണും. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാണ്ട് എപ്പോഴും ലീവായിരിക്കും. എല്ലാ മാസവും ഒരു 1-2 ദിവസം ലീവ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കോളേജിൽ ലീവ് എടുക്കേണ്ടി വരും. അതും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് നിന്ന് സ്ഥിരം സിക്ക് ലീവ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അവർക്ക് പ്രത്യേകിച്ച് സ്കാനിലോ അല്ലെങ്കിൽ ഒന്നും അസുഖം കാണണമെന്നില്ല. പലപ്പോഴും ഇങ്ങനത്തെ വേദനയെ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയും. അപ്പോൾ അത് പലപ്പോഴും കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് തനിയെ കുറഞ്ഞു പോകാറാണ് പതിവ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഗർഭധാരണത്തിന് ശേഷം, പ്രസവത്തിനൊക്കെ ശേഷം പതുക്കെ ആ വേദന അങ്ങ് കുറഞ്ഞു പോകും. എന്നാലും ഒരു നല്ല പങ്ക് ഡ്യൂറേഷൻ ഓഫ് ലൈഫിൽ ആ പെയിൻ കാണും എന്നുള്ളതാണ്. സ്കൂള് തൊട്ട് ഒരു 20കൾ വരെയെങ്കിലും ആ പെയിൻ കാണാറുണ്ട്. അപ്പോൾ അതിന് ചികിത്സ എടുക്കണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് ഡെഫിനറ്റീവായിട്ട് വേറെ ചികിത്സയില്ല. പക്ഷേ പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് നമ്മൾ പീരീഡ് വരുന്ന പെയിനുള്ള സമയത്ത് അനാൽജസിക്സ് അല്ലെങ്കിൽ വേദന സംഹാരികളാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, ചില സ്ത്രീകൾക്ക് വേദന സംഹാരികൾ എടുക്കാൻ മടിയാണ്. അതൊരു കുറച്ചിൽ പോലെ ആയിരിക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെയും കൊണ്ടുവരുന്ന അമ്മമാർ തന്നെ പറയും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മരുന്നൊന്നും വേണ്ട ഡോക്ടറെ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ളത്. പക്ഷെ അതിലൊരു തെറ്റുള്ള എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് കുട്ടിക്ക് അത് കാരണം സ്കൂള്, കോളേജ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ജോലി മിസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് മരുന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അത് സഹിക്കേണ്ട ആവശ്യം കുട്ടിക്കില്ല. അപ്പോൾ ആ കുട്ടിയുടെ പഠനത്തെ അത് ബാധിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സിലോ ആർട്സിലോ ഡാൻസിലോ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യലിനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മരുന്ന് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. വളരെയധികം ആ കുട്ടിയുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആകും. പീരിയഡ്സിനെ എല്ലാ മാസവും ഭയത്തോടെ ഇനി അത് വരുന്നുണ്ടല്ലോ ഇന്ന ഡേറ്റിൽ എന്ന് കാണുന്നതിന് പകരം കുറച്ചും കൂടെ കൂളായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യും. കുറച്ചുകൂടെ കോൺഫിഡൻസും കിട്ടും. പിന്നെ പൊതുവെ ആളുകളുടെ ഒരു ടെൻഷൻ, സ്ഥിരമായിട്ട് വേദന സംഹാരികൾ എടുക്കുന്നത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കിഡ്നിക്ക് ഫെയിലിയർ ഉണ്ടാക്കും എന്നുള്ളതാണ്. മാസത്തിൽ 1-2 ദിവസം എടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ എടുക്കുന്നവർക്ക് ആർക്കും ഈ പറഞ്ഞ കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുക. എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇത് വരുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്.